സ്റ്റുഡൻസ്, അപ്പോൾ JEE-2 രണ്ടാമത്തെ സെഷൻ്റെ എക്സാമും ഇന്നലെ കഴിഞ്ഞിരുന്നു. അപ്പം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ സെയിം പാറ്റേൺ തന്നെയാണ് വന്നിരുന്നത്. നമുക്ക് JEE-യുടെ കാര്യത്തിൽ അറിയാം, വർഷങ്ങളായിട്ട് ഒരേ മോഡൽ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ആ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് മോക്ക് എക്സാംസൊക്കെ തന്നെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. കുറച്ച് സയൻസ് ലെവലിൽ ചോദിച്ചപ്പോൾ സയൻറ്റിഫിക് നെയിം ഓഫ് മാംഗോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രോയിങ് ക്വസ്റ്റ്യൻസ് കരുതുകയാണെങ്കിൽ ഒരു 1 point പെർസ്പെക്റ്റീവിൻ്റെ സ്ട്രീറ്റ് ഡ്രോയിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ലോഗോ മേക്കിംഗ് ഓഫ് G20 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. റീഡ്രോ ദ ഗിവൺ ഇമേജ് എന്നുള്ള രീതിയിലുള്ളൊരു പോർട്രേറ്റ് സ്കെച്ചിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് GK സൈറ്റ് ഐഡൻറ്റിഫൈ ദി സ്റ്റൈൽ എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ പഠിപ്പിച്ച ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ കമ്പാരിസൺ വിത്ത് ഫസ്റ്റ് സെഷൻ പറയുകയാണെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് എക്സാം സം കൈൻഡ് ഓഫ് ഈസി എന്ന് തന്നെ പറയാം. ഫസ്റ്റ് സെഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ടായിരുന്നു എന്നാണ് പല കുട്ടികളും പറയുന്നത്. മാത്സ് ഓൾസോ നോട്ട് സോ ടഫ് എന്ന രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്തവണത്തേത്. ഇനി അടുത്ത ഇതിലേക്ക് കിടക്കുകയാണെങ്കിൽ അപ്പോൾ മാത്സ് ഒരു ആവറേജ് ലെവലാണ്. ആപ്റ്റിറ്റ്യൂഡും GK ഈസിയർ ദാൻ ഫസ്റ്റ് സെഷൻ. ഡ്രോയിങ് ക്വസ്റ്റ്യൻസും ഈസി ആയിരുന്നു. ഇതാണ് എൻ്റെ ഒരു ഓവറോൾ കൺക്ലൂഷൻ ഫ്രം മൈ സ്റ്റുഡൻസ് ഒപ്പീനിയൻ. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഒരു അഭിപ്രായം ഇന്നലെ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു ഒപ്പീനിയൻ പറയുന്നത്. അപ്പോൾ സ്കോറിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 48 GK വരെ അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടികളുണ്ട് നമുക്ക്. അത് പ്ലസ് ഒരു 10 മാത്സ് കൊണ്ട് ശരിയാക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ 99.9 ആൻഡ് അബോവ് പെർസെൻറ്റേജ് കിട്ടാനായിട്ട് ഷുവർ ചാൻസ് ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ ഒരു ആവറേജ് ആയിട്ടുള്ള മാത്സും കുട്ടികളാണ്. ഒരു 44 GK ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 99.8. അപ്പോൾ ഒരു 40 GK ക്വസ്റ്റ്യനും 2 മാത്സും മറ്റ് കാര്യങ്ങളും വരികയാണെങ്കിൽ ഒരു 99.5 വരെ എത്താം. ഇതൊക്കെ ആവറേജ് ആയിട്ട് ഡ്രോയിങ് ചെയ്യുന്ന കുട്ടിയാണ് പറയുന്നത്. ഇനിയിപ്പം കുറച്ചുകൂടി എക്സ്ട്രാ ഓർഡിനറി നന്നായി വരയ്ക്കുന്ന കുട്ടികളാണെങ്കിൽ മുകളിൽ ആ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസുകളിൽ കുറച്ച് കുറവ് വന്നാലും ഈ ഒരു റേഞ്ച് ഓഫ് പെർസെൻറ്റേജ് തന്നെ ഫൈനൽ പെർസെൻറ്റേജായിട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതെൻ്റെ ഒരു പ്രൈമറി അനാലിസിസ് ആണ്. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് അനാലിസിസുമായിട്ട് ഞാൻ ഇന്ന് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.